ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 ഫെബ്രുവരി 13 വെള്ളിയാഴ്ച വിജയ ഏകാദശിയാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 12:22 പിറ്റേ ദിവസം 13 ഉച്ചയ്ക്ക് 2:25 വരെയാണ്. എന്നാൽ 12 ഉച്ചയ്ക്ക് 12:22 ഏകാദശി തിഥി ആരംഭിച്ചാലും അന്ന് ദശമി ഉള്ളതുകൊണ്ട് ദശമി സ്പർശ ഏകാദശി ആയതിനാലും അന്ന് പുലർച്ചെ ഏകാദശി തിഥി ഇല്ലാത്തതിനാലും 12 ഏകാദശിയായി ആചരിക്കാറില്ല. വൈഷ്ണവ കലണ്ടർ പ്രകാരം പുലർച്ചെ ഏകാദശി തിഥി ഉണ്ടെങ്കിൽ മാത്രം അന്ന് ഏകാദശിയായി നാം ആചരിക്കണം. 13 വെള്ളിയാഴ്ച ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ദിവസമാണ് നാം ഏകാദശിയായി ആചരിക്കുന്നത്. അന്ന് പുലർച്ചെ ഏകാദശി തിഥി ഉണ്ട്. ഇനി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. ഏകാദശി വ്രതം 3 ദിവസങ്ങളിലായാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. 2026 ഫെബ്രുവരി 12 ദശമിയാണ്. അന്ന് ഒരിക്കൽ മാത്രം, അതായത് അരിയാഹാരം ഒരു നേരം മാത്രം കഴിക്കുക. രാവിലെ ഗോതമ്പിലുള്ള എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. അതിനുശേഷം രാത്രി ഭക്ഷണം വൈകുന്നേരം 5 മണിക്ക് കഴിച്ച് മതിയാക്കുക. രാത്രിയിൽ പാലും പഴവും കഴിക്കാവുന്നതാണ്. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് പ്രാർത്ഥന ചെയ്യാവുന്നതാണ്. ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് എണ്ണ തേക്കാതെ കുളിച്ച് 5 തിരിയിട്ട നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് തുളസിമാല ചാർത്തുക. ഭഗവാന് നിവേദ്യം സമർപ്പിച്ചിട്ട് അത് പ്രസാദമായി നമുക്കും വീട്ടിലുള്ളവർക്കും കഴിക്കാവുന്നതാണ്. എന്നാൽ ധാന്യങ്ങളായ മലർ, അവൽ, അരിപ്പായസം, പയർ പായസം ഇവ ഒന്നും തന്നെ പ്രസാദം ആയാലും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ ധാന്യങ്ങളൊന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. വ്രതം അനുഷ്ഠിക്കുന്നവർ ആരും തന്നെ പകൽ ഉറങ്ങുവാൻ പാടില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമം, ശ്രീമദ് ഭാഗവത്ഗീത, ഭാഗവതം, ശ്രീമദ് നാരായണീയം, ഹരിനാമകീർത്തനം എന്നിവയെല്ലാം പാരായണം ചെയ്യാവുന്നതാണ്. ശുദ്ധ മനസ്സോടെ ഭഗവത് നാമങ്ങൾ ജപിച്ച് കഴിയുക. വ്രതം എടുക്കുന്നത് ജലം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കാം. അല്ലെങ്കിൽ മിതമായി ഏകാദശിക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, കപ്പലണ്ടി, ചൗരി, വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടി, അതായത് ആരോ റൂട്ട് പൗഡർ, ഇതിൽ ഏതെങ്കിലുമൊക്കെ മിതമായി കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. കുട്ടികൾ, വൃദ്ധർ, രോഗികൾ ഇവരാരും തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങൾ ജപിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വ്രതം അനുഷ്ഠിക്കാം. ദശമി ദിവസം തുളസിയിലകൾ പറിച്ച് വയ്ക്കേണ്ടതാണ്. എന്നാൽ ദശമിക്ക് ഏകാദശി തിഥി തുടങ്ങുന്ന ദിവസമാണെങ്കിൽ ഏകാദശി തിഥി ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ തുളസിയിലകൾ പറിച്ച് വയ്ക്കേണ്ടതാണ്. ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത്. പുലവാലായ്മ, പീരീഡ്സ് എന്നിവ ഉള്ളവർ തുളസിയിലകൾ പറിക്കരുത്. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. 13 രാവിലെ 7:53 രാത്രി 8:48 മധ്യയാണ് ഹരിവാസര സമയം. ഹരിവാസര സമയം എന്നാൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം. ഹരിവാസര സമയത്തുള്ള പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫലം നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് വ്രതകഥ നോക്കാം. ബ്രഹ്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലും വിജയ ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരിക്കൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം ചോദിച്ചു: ഹേ പുണ്ഡരീകാക്ഷ, ഫാൽഗുണമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേരെന്താണ്? ഈ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു തന്നാലും. അല്ലയോ അർജുന, ഫാൽഗുണമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേര്
വിജയ ഏകാദശി എന്നാണ്. ഈ വ്രതം ആചാരാനുഷ്ഠാനങ്ങളോടെ അനുഷ്ഠിച്ചാൽ വിജയം ലഭിക്കും. ഈ ഏകാദശിയുടെ മാഹാത്മ്യം കേൾക്കുന്നതും ഈ കഥ വായിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും എല്ലാ പാപങ്ങളും നശിച്ച് വിജയം നേടാൻ സാധിക്കുന്നു. ഈ കഥ ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. 14 വർഷത്തെ വനവാസത്തിനിടയിൽ പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ സീതാദേവിയെ വീണ്ടെടുക്കാനായി ഹനുമാൻ്റെ സഹായത്തോടെ സുഗ്രീവ സഖ്യം ചെയ്തു. എന്നാൽ ലങ്കയിൽ എത്തണമെങ്കിൽ കടൽ കടന്ന് പോകണം. ഇതിൽ ദുഃഖിതനായ ശ്രീരാമനോട് ലക്ഷ്മണൻ പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, ഇവിടെ അടുത്ത് വാഗ്ദൽഭ്യ മുനിയുടെ ആശ്രമമുണ്ട്. അവിടെ പോയി അദ്ദേഹത്തെ കണ്ടാൽ വിജയത്തിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനുമായി വാഗ്ദൽഭ്യ മുനിയെ കണ്ടു, കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. അപ്പോൾ മഹർഷി ഇപ്രകാരം പറഞ്ഞു, ഹേ രാമ, വളരെ നല്ല ഒരു വ്രതം ഞാൻ പറഞ്ഞു തരാം. ഈ വ്രതം അനുഷ്ഠിച്ചാൽ തീർച്ചയായും വിജയം ലഭിക്കും. എല്ലാ മേഖലകളിലും വിജയം നേടുന്ന വ്രതമോ? എന്താണത് എന്ന് ശ്രീരാമൻ ചോദിച്ചു. ഹേ ശ്രീരാമ, ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ വിജയ ഏകാദശി ആചാര അനുഷ്ഠാനങ്ങളോടെ ഉപവസിച്ച് വ്രതം എടുത്താൽ താങ്കൾക്ക് കടൽ കടന്ന രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാം. അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമചന്ദ്രനോടൊപ്പം നിന്നിരുന്ന എല്ലാവരും വിജയ ഏകാദശി വ്രതം ആചാര അനുഷ്ഠാനങ്ങളോടെ എടുത്തു. ഇതിൻ്റെ ഫലമായി ശ്രീരാമചന്ദ്രന് രാവണനെ വധിക്കുവാനും സീതാദേവിയെ വീണ്ടെടുക്കുവാനും സാധിച്ചു. ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെങ്കിലും തൻ്റെ ലീലയിലൂടെ മനുഷ്യ നന്മയ്ക്കായി അവർക്ക് ശരിയായ പാത കാണിക്കുന്നതിനാണ് ഭഗവാൻ ഈ വ്രതം അനുഷ്ഠിച്ചത്. വിജയം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശാശ്വതമായ ഫലങ്ങൾ നേടാൻ കഴിയും. ജീവിത അവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. ഫെബ്രുവരി 14 തീയതിയാണ് പാരണ വീടേണ്ടത്. കേരളത്തിൽ രാവിലെ 6:41-നും 10:38-നും മധ്യേ. തമിഴ്നാട് 6:32, 10:26. കർണാടക 6:43, 10:37. ഗോവ 7-നും 10:53-നും മധ്യേ. മഹാരാഷ്ട്ര 6:54, 10:41. ഗുജറാത്ത് 7:21, 11:10. ആൻഡമാൻ നിക്കോബാർ 5:41, 9:36. ദുബായ് 6:55, 10:41. സൗദി അറേബ്യ 6:28, 10:14. UK 7:30, 10:31. സിംഗപ്പൂർ 7:11, 11:18. മലേഷ്യ 7:21, 11:27. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം. എല്ലാവരും വിജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.